ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാതെ തന്നെ മറ്റുള്ളവരെ വിധിച്ചു പോകാറുണ്ട്. ഒരു വാക്ക് കേട്ടാൽ, ഒരു പ്രവൃത്തി കണ്ടാൽ ഉടൻ നിഗമനത്തിലെത്തും. പക്ഷേ നമ്മൾ കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമായിരിക്കാം. അവരുടെ ഉള്ളിൽ നടക്കുന്ന പോരാട്ടങ്ങൾ, അവർ മിണ്ടാതെ സഹിക്കുന്ന വേദനകൾ, അവർ നേരിടുന്ന പ്രതിസന്ധികൾ നമ്മൾ കാണുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടുന്നതിന് നിങ്ങൾ വിധിക്കരുത്. പ്രിയരെ, ദൈവം നമ്മളെ നോക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ടതാണ്. ദൈവം ശമൂവേലിനോട് പറഞ്ഞതുപോലെ, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. അതുകൊണ്ട് വിധിക്കുന്നതിന് പകരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുറ്റം പറയുന്നതിന് പകരം കരുണ കാണിക്കാൻ ശ്രമിക്കുക. അവരെ അകറ്റി നിർത്തുന്നതിന് പകരം അവരെ ചേർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിനെന്ന് എഫേസ്യർ 4:32 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ചിന്തകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.